അവിടെ ഷോപ്പിഫൈ ഹെഡ് ക്വാർട്ടേഴ്സ് ടൊറൻറ്റോയിൽ പോയിട്ട് ഷോപ്പിഫൈ CEO ടോബി ആയിട്ടും അതിൻ്റെ VP ഗ്ലെന്നായിട്ടും ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ചെക്കൗട്ട് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ പല ഫംഗ്ഷൻസ് ഇതിലൊക്കെ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി വാസ് ഹ്യൂജ് ഫോർ അസ്. അവിടെ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, നമ്മുടെ പോലെ പല പാർട്ട്നേഴ്സിനെ മീറ്റ് ചെയ്തു, പല ഏജൻസീസിനെ മീറ്റ് ചെയ്തു, പ്ലസ് ഏജൻസീസിനെ മീറ്റ് ചെയ്തു. അതായത് നമ്മുടെ കേരളത്തിലും കുറവുള്ളത് ഒരു പ്ലസ് ഏജൻസിയാണ്. ഐ തിങ്ക് മാറ്റർ ഓഫ് ടൈം ഒരു പ്ലസ് ഏജൻസി നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഹോൾ തിങ് വിൽ ബി ഡിഫറെൻറ്റ്. കുറേ ആൾക്കാർ ആൻഡ് അവരൊക്കെ ഈ പറഞ്ഞ CROനെ പറ്റി പറയുന്നുണ്ട്. അതാണ് ഞാൻ വിചാരിച്ചത്, അവരെല്ലാവരും ഈ പെർഫോമൻസ് മാർക്കറ്റിൽ ആ സ്റ്റേജിൽ ഞാൻ ആണെന്ന് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും ഈ CRO സ്റ്റേജിലാണ്. കാരണം അവർക്ക് മനസ്സിലായി ഈ ബ്രാൻഡ്സ് ഒക്കെ ഈ പെർഫോമൻസ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റ് ഉണ്ട് ഓൺ വാട്ട് ദേ കുഡ് റീച്ച്. CROയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ അതാണ് എനിക്ക് ഓവറോൾ ഐഡിയ കിട്ടിയത്. അത് ഒരു പുഷായില്ലേ CRO ഏജൻസി കേരളത്തിൽ തുടങ്ങാൻ. അപ്പോൾ ഞാൻ CRO ഏജൻസി പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ AB ടെസ്റ്റ് ടൂൾ ഉണ്ടാക്കി ക്ലയൻറ്റ് സൈഡ് വർക്ക് ചെയ്യേണ്ട AB ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ.